ദാ ടിക്ക് കുറപ്പ് ഓടി വരുന്നു. കുരുവിയൊക്കെ എവിടെയാണാവും അല്ലേ? സൗണ്ട് തന്നെ. രണ്ടാളുണ്ടല്ലോ. ഹലോ, ഗുഡ് മോർണിംഗ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പം നമ്മുടെ ഇന്നത്തെ കുഞ്ഞു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം കേട്ടോ. അപ്പം ഇന്ന് അതുപോലെ രാവിലെ ഇതാ കലാപരിപാടികളൊക്കെ നേരത്തെ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇന്നിത്തിരി നേരത്തെ. അപ്പം നിങ്ങൾ വിചാരിക്കില്ലേ രണ്ടടുപ്പിലും കട്ടൻ ചായ ചെയ്യണമെന്ന്? അല്ല കേട്ടോ, ഒരടുപ്പിൽ റിയാസ്ക്കാക്കുള്ള കട്ടൻ ചായ. അപ്പോൾ റിയാസ്ക്കാക്ക് വേഗം ചായ വെച്ച് കൊടുത്തു. കുട്ടികളൊക്കെ ഇതാ എണീക്കണുള്ളൂ കേട്ടോ. സമയം 6 മണി കഴിഞ്ഞിട്ടുള്ളൂ. അപ്പോൾ രാവിലെ തന്നെ ഇതാ കുറച്ച് അരിയൊക്കെ ഒന്ന് വറുത്ത് പൊടിക്കാമെന്ന് വിചാരിച്ചിട്ടാ. അപ്പോൾ റിൻഷി മോൾക്ക് ഇന്ന് സ്കൂളിൽ എന്തോ ഫുഡിൻ്റെ എന്തെങ്കിലും ഉണ്ടാക്കി കൊണ്ടുപോകണം എന്ന് പറഞ്ഞപ്പോൾ അപ്പോൾ അവൾക്ക് അരിയുണ്ട മതി എന്ന് പറഞ്ഞു കേട്ടോ. പണ്ടത്തെ കാലത്തെ ആൾക്കാരെന്താ കഴിച്ചതെന്ന് അതാണ് കൊണ്ടുപോകാൻ പറഞ്ഞത്. അവളപ്പോൾ അരിയുണ്ട മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ അരിയുണ്ട ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. ശരിക്കും അതൊന്നും അല്ല, പണ്ടുള്ളവർ റാഗി അങ്ങനെയുള്ള ഐറ്റങ്ങളൊക്കെയാണ് തിന്നൽ. അതുകൊണ്ട് പിന്നെ എന്തൊക്കെയാണ് കഴിക്കുക എന്നുള്ളത് എനിക്ക് ഓർമ്മയില്ല കേട്ടോ. റാഗി പണ്ടും ആൾക്കാർ കഴിച്ചിട്ടുണ്ടായിരുന്ന ഒരു സാധനമാണല്ലോ. അപ്പോൾ അവൾ അരിയുണ്ട മതി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ എന്നാൽ ശരി അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് വേഗം ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. അവൾക്ക് കൊണ്ടുപോകാനുള്ള ചോറൊക്കെ ആയിട്ടുണ്ട്. പിന്നെ ഇത് ആൾക്ക് അരിയുണ്ട ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടി കുറച്ച് അരിയൊക്കെ അങ്ങനെ വറുത്ത് പൊടിച്ചെടുക്കുക കേട്ടോ. പിന്നെ ഇതിൽ കുറേ സാധനങ്ങളൊക്കെ ഇടാം കേട്ടോ. കടല അങ്ങനെ ഒക്കെ ഇടാം. പക്ഷെ കടല ഇടാൻ വേണ്ടി വാങ്ങിക്കൊണ്ടുവന്നത് കുട്ടികൾ രാത്രി തന്നെ അപ്പം തന്നെ കഴിച്ചു തീർത്തു കേട്ടോ. അപ്പം ഞാൻ പിന്നെ ബെല്ലും തേങ്ങയും അരി വറുത്ത് പൊടിച്ചിട്ട് എല്ലാം കൂടെ മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ അത് കുറച്ച് പണിയുള്ള കാര്യം തന്നെയാണ്. അരി കുറച്ച് വറുത്ത് കിട്ടാനാണ് കേട്ടോ പാട്. ബാക്കി കാര്യങ്ങളൊക്കെ സിമ്പിളാണ്. പിന്നെ അത് പാകത്തിന് നമുക്ക് വലിപ്പത്തിനനുസരിച്ച് ഉരുട്ടി ഇങ്ങനെ എടുക്കണം. എനിക്ക് അറിയണ പോലെയൊക്കെ അങ്ങനെ ചെറിയ ചെറിയ കുഞ്ഞു ഉരുളാക്കിയിട്ട് ആക്കി കൊടുക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. പിന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരൊക്കെ ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യാനും മറക്കണ്ട, എന്നാലേ ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് കിട്ടുള്ളൂ. പിന്നെ ഇതാ അങ്ങനെ ഇപ്പോൾ രാവിലെ തന്നെ അരി വറുത്ത് പൊടിക്കുകയാണ്. ഇങ്ങനെ നമ്മൾ ഇഡ്ഡലിക്ക് പൊടി ഇങ്ങനെ തന്നെ ഉണ്ടാക്കുക. പക്ഷെ അതിൽ മെല്ലം ചേർത്തില്ല എന്നതിനുള്ളൂ. പകരം നമ്മൾ എരിവുള്ള സാധനം ഇടും, പച്ചമുളക് ഇടും അങ്ങനെ. അപ്പം ഞാനിതാ പുതിയ മിക്സ് ചെയ്തുകൊണ്ട് പിന്നെ വേഗം പൊടിഞ്ഞ് കിട്ടുന്നുണ്ട് കേട്ടോ. പിന്നെ അതിലേക്ക് തേങ്ങയും ബെല്ലം ഒരുക്കി വീത്തിയതും. ബെല്ലം കുറച്ച് പോരാന്ന് എനിക്ക് തോന്നി, പക്ഷെ എന്നാലും തൽക്കാലം ഒപ്പിച്ചൊക്കെ ഉണ്ടാക്കി കൊടുത്തു കേട്ടോ. അപ്പോൾ രാവിലെ അതായിരുന്നു പണി. പിന്നെ ഇത് ഉണ്ടാക്കി അപ്പോൾ അവൾക്കൊരു പാത്രത്തിലാക്കി പിന്നെ ഒക്കെ റെഡിയാക്കി കൊടുത്തു അങ്ങനെ ഇങ്ങനെ. അപ്പോൾ ഞാൻ അതൊന്നും ഇങ്ങനെ ജസ്റ്റ് വീഡിയോ ഏതായാലും ഉണ്ടാക്കുകയാണ്. അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അവർക്കൊരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട്. പിന്നെ ഇവിടെ നമ്മളിതിന് അരിയുണ്ട പിന്നെ ഓരോ ഭാഗത്തും ഓരോ പേരായിരിക്കും ഇതിന്. ഞങ്ങളിതിന് അണ്ടിപ്പുട്ട് എന്നാട്ടോ പറയുക. അണ്ടിപ്പുട്ട് എന്ന് പറയും. ചില ഭാഗത്ത് അരിയുണ്ട എന്ന് പറയില്ലേ. പല ഭാഗത്തും ഓരോ പേരായിരിക്കും ഇതിന്. ഞങ്ങളിവിടെ പാലക്കാട് അണ്ടിപ്പുട്ട് എന്ന് പറയും. പക്ഷെ ഇതിൽ നിരക്കടലൊക്കെ ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ. കൂടുതലും ടേസ്റ്റ് കൂടും. അതൊക്കെ ഒന്ന് മണം വറുത്ത് ഇട്ട് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇതാ കൊണ്ടുപോകാനുള്ള പാത്രമൊക്കെ റെഡിയാക്കി തന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ വേഗം ഉരുട്ടി ഇട്ട് കൊടുക്കുകയാണ്. ആൾക്ക് എല്ലാം നേരത്തെ തന്നെ ആയിട്ടൊക്കെ. അപ്പോൾ വെള്ളത്തിന് നേരത്തെ ഞാൻ എണിച്ചു, ഇതുണ്ടാക്കണ്ടേന്ന് വിചാരിച്ചിട്ട് കുറച്ചും കൂടി നേരത്തെ ഞാൻ എണിച്ചു. പിന്നെ റിയാസ്ക്ക് കട്ടൻ ചായയൊക്കെ കുടിച്ച് ടിക്കോനോട് കുറച്ച് വർത്താനൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോയി. പിന്നെ ഇവൾ ഒരു 8:30ക്കാണ് പോയത്. അപ്പോൾ കുട്ടികൾക്കുള്ളത് കുറച്ച് ഞാൻ മാറ്റി വെച്ചു കേട്ടോ. പിന്നെ അവൾക്കുള്ളത് കൊണ്ടുപോകാനുള്ളതും പാത്രത്തിലാക്കി കൊടുത്ത്. അപ്പോൾ ഇത് എല്ലാവർക്കും അറിയായിരിക്കും ഇത് ഉണ്ടാക്കാനല്ലേ. അപ്പോൾ അങ്ങനെ അതങ്ങനെ റെഡി. പിന്നെ ഞാൻ ഫാത്തിമ കുട്ടീനായിട്ട് സ്കൂളിലേക്ക് പോയി കേട്ടോ. അതിൻ്റെ പണി ഒക്കെ കഴിഞ്ഞ് പിന്നെ റവ ഉപ്മാവാട്ടം ഉണ്ടാക്കിയത്. അപ്പം കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വെള്ളം വിട്ട് വന്നിട്ട് കഴിക്കാമെന്ന് വിചാരിച്ചു.
അപ്പോൾ ഞാൻ റിയാസ്ക്കും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ വെള്ളം കൊണ്ടുവന്ന് വിട്ട ശേഷം സമാനത്തിൽ കഴിക്കുന്നു. പിന്നെ ഇന്ന് കുറച്ച് നേരത്തെ പോകും വേണം. പിന്നെ റഹീസ് ഇന്നും പോയിട്ടില്ല കേട്ടോ. അവൻ കണ്ണൊന്നും ശരിയായിട്ട് പറഞ്ഞേക്കാന്ന് പറഞ്ഞിട്ട് അവൻ ഇന്നും പോയിട്ടില്ല. ഇന്നും പോണില്ല എന്ന് പറഞ്ഞിട്ട് ഇനിയിപ്പോൾ ഏതായാലും തിങ്കളാഴ്ച പറഞ്ഞേക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇതാ നമ്മൾ മേപ്പറമ്പ് വഴി ഇങ്ങനെ പോകട്ടോ. കുറച്ച് ദൂരം ഉണ്ട് ഇവിടുന്ന് സ്കൂളിലേക്ക് ഫാത്തിമാൻ്റെ. പിന്നെ സ്കൂളിൽ വിട്ട് വന്ന് പിന്നെ ഞാൻ ഉപ്മാവൊക്കെ കൊടുത്തു റിയാസ്ക്കാക്ക്. പിന്നെ എന്താണ് ഇന്ന് കൊള്ള് മുതിര എന്ന് പറയും. അപ്പോൾ ഇത് കറി വെക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെയൊക്കെ നല്ല തണുപ്പല്ലേ, അത് വിചാരിച്ചിട്ടാണ് ഞാനിത് ഇത് ചൂടാണല്ലോ. അപ്പം ഞാനിതിങ്ങനെ വറുത്ത സമയത്ത് പുറത്തുനിന്ന് എന്തോ ഒരു സൗണ്ട് കേട്ടു കേട്ടോ. അപ്പം നോക്കിയിട്ട് വരാൻ വേണ്ടിയിട്ട് ഞാൻ പുറത്തൊക്കെ വന്നതാണ്. നോക്കുമ്പോൾ നമ്മുടെ ഇവിടെ റോഡിൻ്റെ അവിടെ ഒരു അമ്പലം ഉണ്ടല്ലോ. നമ്മുടെ വീടിൻ്റെ കുറച്ച് ബാക്കിലായിട്ട് അമ്പലമൊക്കെ ഉണ്ട് കേട്ടോ. വലിയ അമ്പലമാണ്. അപ്പോൾ അവിടെ നിന്ന് എന്തോ കുറച്ച് ആൾക്കാർ കൊട്ടും പാട്ടൊക്കെ ആയിട്ട് ഇങ്ങനെ വരികയായിരുന്നു കേട്ടോ. കൊട്ടുന്ന സൗണ്ട് അത് എന്താണെന്നുള്ളത് അറിയില്ല. അങ്ങനെ ഇതിനോ വന്നതാണ്. അപ്പോൾ പിന്നെ ഞാനത് ഇത്തിരി നേരം പോണത് ഇങ്ങനെ നോക്കി. പിന്നെ ഇതാ കൊള്ളു നല്ല നമ്മൾ വറുത്തിട്ട് അതിൻ്റെ വെള്ളമൊക്കെ കളയണം കേട്ടോ. അതിൻ്റെ വെള്ളം കുടിക്കുന്നത് നല്ലതാണ്, കാല് കടച്ചിലൊക്കെ മാറുമെന്ന് അമ്മ പറഞ്ഞപ്പോൾ അമ്മക്ക് വെള്ളം വേണം പറഞ്ഞപ്പോൾ അത് മാറ്റി വെച്ചു. പിന്നെ ഇതാ കൊള്ളു നല്ല വേവിച്ചെടുത്ത ശേഷം അതിലേക്ക് തക്കാളി, വലിയുള്ളി, പച്ചമുളക്, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി, ആവശ്യത്തിന് ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് തേങ്ങയും ചേർത്തിട്ട് താളിച്ചെടുക്കുകയാണ് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ട് വെക്കാം, നല്ല ടേസ്റ്റും ഉണ്ടാവും കേട്ടോ ഈ കറിക്ക്. അപ്പോൾ ഇങ്ങനെ വെക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് വെച്ച് നോക്കുക, നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഇത് സിമ്പിളായിട്ട് വെക്കാം കേട്ടോ, കുറച്ച് എളുപ്പപ്പണിയാണ്. പിന്നെ ഇതിൻ്റെ വെള്ളം ഞാൻ കുറച്ച് മാറ്റി വെച്ചു കേട്ടോ. കുടിക്കുന്നത് നല്ലതാണെന്ന് പറഞ്ഞപ്പോൾ ഈ കൈകാല് കടച്ചിൽ വേദനയൊക്കെ ഉള്ളവർക്ക് നല്ലതാണെന്നൊക്കെ അമ്മ പറഞ്ഞു കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ മാറ്റി വെച്ചത്. പിന്നെ ഇതാ നല്ല തിളച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം ഇനി ഇതൊന്ന് താളിച്ചെടുക്കണം. അപ്പോൾ ഇത്രേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ കറിൻ്റെ പരിപാടി. അപ്പോൾ ഇനി കുറച്ച് അലക്കാനിട്ടുണ്ട്. അതൊക്കെ ഒന്ന് വാഷിംഗ് മെഷീനിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് പിഴിഞ്ഞ് ഉണങ്ങാനിടണം. പിന്നെ അത് കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തിമാനെ വിളിക്കാൻ പോകാൻ സമയമാവും കേട്ടോ. അപ്പോൾ രാവിലത്തെ കുഞ്ഞു കലാപരിപാടികളൊക്കെ ഇത്ര തന്നെ ഉള്ളൂ. പിന്നെ ഇന്നലെ പിന്നെ അടിക്കലും തുടക്കലൊക്കെ ഇന്നലെ കഴിഞ്ഞു കേട്ടോ. പിന്നെ ഡെയിലി പിന്നെ നമ്മൾ അടിച്ച് വാരിയൊക്കെ വിടും. പിന്നെ കുറച്ച് തുണികൾ അധികം ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നലത്തെ ഇന്നത്തെ കുറച്ച് തുണികൾ അധികം ഉണ്ടായിരുന്നു. അപ്പോൾ അതും കൂടി മൊത്തത്തിൽ ഒന്ന് ഇടാമെന്ന് വിചാരിച്ചിട്ട് പുറത്തും ഉള്ളിലൊക്കെ ആയിട്ട് ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ, നമ്മുടെ വലിയ വിശേഷങ്ങളൊന്നുമില്ല ഇന്നത്തെ കാര്യമായിട്ട്, കുഞ്ഞ് വിശേഷങ്ങളുള്ളൂ കേട്ടോ. അപ്പോൾ അപ്പോൾ റജിക്കുട്ടി എനിക്ക് തുണികളൊക്കെ എടുത്ത് സഹായിക്കുകയാണ് കേട്ടോ. അപ്പോൾ അവളുടെ കാലൊക്കെ നല്ല ഉണങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നല്ല ആദ്യമൊക്കെ നൊണ്ടി നടക്കുമ്പോൾ നല്ല അമർത്തി വെച്ച് നടക്കാനൊക്കെ തുടങ്ങി. കാലൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടുണ്ടെങ്കിൽ തിങ്കളാഴ്ച മുതൽ അംഗനവാടിയിൽ വിടണം അവളെ. അവൾക്കും അല്ലെങ്കിൽ ഒരുപാട് മടി പിടിക്കും പിന്നെ സ്കൂളിലൊക്കെ പോകാൻ. അപ്പോൾ തിങ്കളാഴ്ചക്ക് നല്ല ഒന്നുകൂടി ഉണങ്ങുമ്പോൾ അവളെ സ്കൂളിലേക്ക് പറഞ്ഞയക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഞാൻ ഉള്ളിൽ തന്നെ എല്ലാവരുടെയും തുണികളൊക്കെ ഉള്ളിൽ തന്നെ ഇട്ടു. അപ്പോൾ അങ്ങനെ നമ്മുടെ ഇന്നത്തെ കുറച്ച് വിശേഷങ്ങൾ പണികളൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ എന്തെങ്കിലും കഴിക്കുക, ഇതിന് ഫാത്തിമക്കുട്ടനെ വിളിക്കാൻ പോകാൻ സമയമാവും. പിന്നെ രണ്ടാളും ഒപ്പം ഇരുന്ന് എപ്പോഴും അടികൂടി കൊണ്ടേയിരിക്കും കേട്ടോ. റജുവും റഹീസും രണ്ടാളും ഒപ്പമാണെങ്കിൽ ഇവർ രണ്ടാളും തന്നെ ഉള്ളൂ കേട്ടോ. വെറുതെ അടികൂടുക. പിന്നെ ഫാത്തിമക്കുട്ടി ഇതാ സ്കൂൾ വിട്ട് വന്നതിന് പിന്നെ കുറച്ച് നേരം അങ്ങനെ കടന്നുറങ്ങും. എന്നിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം അവളെ വിളിക്കാൻ പോകാൻ കേട്ടോ. പിന്നെ റിയാസ്ക്കൊക്കെ ചോറൊക്കെ കൊടുക്കണം. അതും കൊടുത്തു കഴിഞ്ഞിട്ട് ഞങ്ങൾ വിളിക്കാൻ പോകും അവളെ. അപ്പോഴത്തേനും 2-2:30 ആവും. അപ്പോൾ ഇന്നത്തെ കുഞ്ഞു വിശേഷം ഞാനിവിടെ വൈൻഡപ്പ് ആക്കാം കേട്ടോ. പിന്നെ നല്ലൊരു വീഡിയോ ആയിട്ട് പിന്നെ വരാം. അസ്സലാമു അലൈക്കും.